Hi friends, Is in Creations by Tahi എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് സിമ്പിൾ ആയി ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ കറക്റ്റ് പാറ്റേൺ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദാ ഇതുപോലെ ഒരു വി ഷേപ്പ് ആണ്. നല്ല വൈഡ് ആയിട്ട് വരുന്ന ഈ ഒരു ഷേപ്പ് നെക്ക് ആണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നെക്കിന്റെ താഴത്തായിട്ട് യോക്ക് ഏരിയയിലായിട്ട് ഇതുപോലെ 3 ലെയർ ആയിട്ട് നമ്മൾ ഇതുപോലെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു റൗണ്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ അതിന്റെ സെന്ററിൽ ഒരു ഗോൾഡൻ ബീഡ് ഫിക്സ് ചെയ്യുന്നുണ്ട്. അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ 6 ഗോൾഡൻ ബീഡ് വെച്ചിട്ടാണ് കേട്ടോ ഒരു ഫ്ലവർ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ലൈൻ വരച്ചിരിക്കുന്നില്ല, അത് സ്റ്റെം ആണ് കേട്ടോ. നമുക്ക് ഷുഗർ ബീഡാണ് വെച്ച് പോരേണ്ടത്. ലീഫ് വരച്ചിരിക്കുന്നിടത്ത് നമ്മൾ കട്ട് ബീഡ് വെച്ച് ലീഫാണ് ചെയ്യേണ്ടത്. താഴത്ത് 2 കട്ട് ബീഡും വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഫ്ലവറും സ്റ്റെമ്മും ലീഫും വരുന്ന പാറ്റേൺ ആണ്. അപ്പോൾ യോക്ക് ഏരിയ ഫുള്ളായിട്ടും ഈ വർക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ വരുന്നത്. മെറ്റീരിയൽസ് എന്തൊക്കെയാണ് നോക്കാവേ. ഇത് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്ന മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്, ആൻറ്റിക്കിൻ്റെ തന്നെ ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ നമുക്ക് നോർമൽ ഗോൾഡൻ ബീഡ്സ് ആണ് കേട്ടോ വേണ്ടത്. എടുത്തേക്കുന്ന നീഡിൽ എന്ന് പറയുമ്പോൾ നീഡിൽ നമ്പർ 12 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഷുഗർ ബീഡ്സും അല്ലെങ്കിൽ തീരെ ചെറിയ ബീഡ്സൊക്കെ കോർക്കാൻ ഉപയോഗിക്കുന്ന നീഡിൽ എന്ന് പറയുമ്പോൾ നീഡിൽ നമ്പർ 12 ആണ്. നീഡിലിനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മെറ്റീരിയൽ വന്നിരിക്കുന്ന ഗ്രീൻ കളർ ജോർജറ്റ് ആണ് കേട്ടോ. അപ്പോൾ നോർമൽ സ്വിംഗ് ത്രെഡ് ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ യോക്ക് ഏരിയയിൽ 3 ലെയറിലാണ് ഈ വർക്ക് വരുന്നതെന്ന് പറഞ്ഞല്ലോ. ഞാനൊരു ലെയറിൽ മാത്രമേ വരച്ചിട്ടുള്ളൂ കേട്ടോ. ചെയ്യുന്ന അനുസരിച്ച് വരച്ച് പോവുകയാണേ വേണ്ടത്. അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്തിരുന്ന പോർഷനിൽ ഒരു ഗോൾഡൻ ബീഡ് വെക്കുന്നുണ്ട്. അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ 6 ഗോൾഡൻ ബീഡ് വെച്ച് ഇടയ്ക്ക് ലോക്ക് സ്റ്റിച്ച് കൊടുത്തെടുക്കുക കേട്ടോ. ഈ ലൈനിൽ നമുക്ക് ഷുഗർ ബീഡ് വെച്ച് പോരാം. ഇവിടെ നമുക്ക് ലീഫും ചെയ്യാം. ഒരു 4 ലെയർ ആയിട്ടാണ് കേട്ടോ ലീഫ് ചെയ്യുന്നത്, 3 കട്ട് ബീഡ് വീതം. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുമേ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാവേ. ഓക്കെ കണ്ടോ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് കേട്ടോ നമുക്ക് ഫുള്ളും ചെയ്തെടുക്കേണ്ടത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കേട്ടോ ഇത്. അപ്പോൾ ബാക്കി എല്ലാ ലീവ്സും ഫ്ലവേഴ്സും ഇതുപോലെയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. നല്ല വൈഡായിട്ടുള്ള വീനക്കാണ് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ യോക്ക് ഏരിയ ഫുള്ളും ഇതുപോലെ വർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ സിമ്പിൾ ഡിസൈൻ ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.